വയനാട്ടിലെ 3 സീറ്റുകൾ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ. ഇവിടെ ഒ.ആർ. കേളു ആണ് കഴിഞ്ഞ തവണ മാനന്തവാടി നേടിയത്. 2 സീറ്റ് യു.ഡി.എഫിനുണ്ട്. ഇവിടെ ഇത്തവണ ഈ ഒ.ആർ. കേളുവും തോൽക്കുമോ? അതായത് പല സർവേകളിലും, അതായത് മാതൃഭൂമി, മനോരമ തുടങ്ങിയുള്ള സർവേകളിലല്ല, പെയ്ഡ് സർവേ എന്ന് ഞാൻ ഇപ്പം പറയും, ആ സർവേകളിലെല്ലാം തന്നെ പറയുന്നത് ഒരു സീറ്റ് എൽ.ഡി.എഫിനും ബാക്കി 2 സീറ്റ് യു.ഡി.എഫിനും എന്നാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി കള്ളം പറയില്ല. അവർക്ക് അവരെ ഏതെങ്കിലും ഒരു സീറ്റ് നഷ്ടപ്പെടുന്നവർ അവരെ റിപ്പോർട്ട് പറയും. അവരുടെ റിപ്പോർട്ട് പ്രകാരം വയനാട്ടിൽ മാനന്തവാടി അവർക്ക് നഷ്ടപ്പെടും. 3-ൽ 3 സീറ്റും യു.ഡി.എഫ് നേടുമെന്നുള്ളതാണ്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം, ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു.ഡി.എഫിനുള്ളത്. മാനന്തവാടിയിൽ 25,000-ഓളം ഉണ്ട്, സുൽത്താൻ ബത്തേരിയിലുണ്ട്, അതേപോലെ കൽപ്പറ്റയിലുണ്ട്. ഈ 3 സ്ഥലത്തും 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആർക്കുണ്ട്? യു.ഡി.എഫിനുണ്ട്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ആവറേജ് 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഓരോ സ്ഥലത്തുള്ളത്. ഓരോ മണ്ഡലത്തിൽ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2 തവണ ഉണ്ടായി. അതായത് ആദ്യം രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും 2 തവണ നടന്ന വീണ്ടും ഇലക്ഷൻ നടന്നപ്പോൾ വീണ്ടും പ്രിയങ്ക ഗാന്ധി കിട്ടിയത് ആവറേജ് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതിന്റെ അർത്ഥം വയനാട് ഒരു ബലികറ പോലെയാണ് ആർക്ക്? ഈ എൽ.ഡി.എഫിന് എന്നുള്ളതാണ്. പക്ഷെ കേളു എന്ന് പറയുന്ന മാനന്തവാടിയിലെ മന്ത്രി എല്ലാവരുടെയും അംഗീകാരമുള്ള മാന്യനായ ഒരാളാണ്. പെരുമാറ്റം കൊണ്ട്, അതേ പ്രവർത്തനം കൊണ്ട്, സേവനം കൊണ്ട്, എല്ലാം കൊണ്ടും ഒരു പിണറായി വിജയൻ സ്റ്റൈലല്ല. സാധാരണ ഒരു മനുഷ്യൻ്റെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ എന്തെങ്കിലും സ്വാധീനത്തിൽ എന്തെങ്കിലും അട്ടിമറി നടന്നാൽ, ഈ സർവേകൾക്കപ്പുറമാണല്ലോ അത്തരം ഒരു അട്ടിമറി, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് മാനന്തവാടിയിൽ കേളു എന്ന് പറയുന്ന ഒ.ആർ. കേളു വിജയിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ CPM സർവേ തെറ്റാൻ വഴിയില്ലതാണ്. CPM സർവേ പ്രകാരം ഏകദേശം 10,000-ഓളം വോട്ടിന് യു.ഡി.എഫ് വിജയിക്കുന്നു. അവിടെ 20,000-25,000 വോട്ടാണ് മറ്റുള്ള ഈ കഴിഞ്ഞ തദ്ദേശത്തിലും ലോക്സഭയിലും ഒക്കെ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പറയുന്നതെങ്കിലും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഇവിടെ CPM സർവേ പറയുന്നത്. അതേസമയത്ത് കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയും പല പ്രശ്നങ്ങളും കോൺഗ്രസിനുള്ളിലുണ്ട്. അവിടെ ആവറേജ് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ആരാ പറയുന്നത്? CPM സർവേയാണ് പറയുന്നത്. മറ്റു സർവേകളൊക്കെ വിടുക. അപ്പോൾ ഈ CP സർവേൻ്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ വലിയ വിജയം കാണുമെന്ന് പറയുന്നുണ്ട്. അവിടെ 2 ഇഷ്യൂകൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ, ഇപ്പോൾ ഇതിലെല്ലാം ചർച്ച നമുക്ക് പറയാം. ആ 2 ഇഷ്യൂകൾ ഏറ്റവും പ്രധാനമായിട്ട് പറയും. ഒന്ന്, അവിടെ നമ്മുടെ വീട് നിർമ്മാണത്തിൽ മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് അവിടെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായി 450 പേര് മരിക്കുകയുണ്ടായി. അതിൽ 411 പേരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുള്ളത്. അവർക്ക് വീട് വെക്കാനുള്ള തീരുമാനത്തിൽ 2 തരം ആരോപണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് വെച്ച വീട് വെക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച. അത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല, ഗവൺമെൻറ് അലോട്ട് ചെയ്ത് തരാത്തതുകൊണ്ടാണ് വീട് വെക്കാതിരുന്നത്. എന്നാൽ അതിന് ശേഷം തരാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്ഥലം മേടിച്ചു, ഞങ്ങൾ വീട് പണി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം അവരെ പേര് ഭയങ്കര ശക്തമായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അവിടെ കുടിയിൽ വെച്ച് കെട്ടിലൊക്കെ DYFI നടത്തുകയാണ്. എന്നാൽ അതിനേക്കാളും ഭീകരമായ മറ്റൊരു ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. അവിടെ 411 വീടുകൾക്ക് 300 കോടി രൂപയാണ് ഊരാളുങ്കൽ സൊസൈറ്റി വഴി ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. ഈ 300 അതിൽ 178 വീടുകൾ നിർമ്മിച്ചെങ്കിൽ ഇതുവരെ വീടുകൾ വിട്ടുകൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ പറയുന്നതിന് 300 കോടി രൂപയാണ് പറയുന്നതെങ്കിൽ ഒരു വീടിന് അവർ തന്നെ പറയുന്നത് 20 ലക്ഷം രൂപയാണ്. നമുക്ക് ആ വീട് പരിശോധിച്ചാൽ മനസ്സിലായി, മാക്സിമം 12 ലക്ഷത്തിന് തീർക്കേണ്ട വീടാണ് 20 ലക്ഷം എന്ന് ഒരാളെങ്കിൽ പറയുന്നത്. ഇനി 20 ലക്ഷമാണ് ഇരിക്കുക. 411 വീടുകൾക്ക് എത്ര രൂപ വരും? 80 കോടി രൂപ വരും. ബാക്കി 320 കോടി രൂപ ഒരാളെങ്കിൽ വഴി സാധാരണ പോലെ ഈ അവർ നടത്തുന്ന ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തട്ടുന്ന പോലെ ബാക്കി CPM നേതാക്കന്മാർ ഓരി വെക്കുകയാണ്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ടെൻഡർ ഇല്ലാതെ കൊടുത്ത നിർമ്മാണത്തിൽ ആ വീടുകളെല്ലാം തന്നെ ഏത് സമയത്തും നിലം പതിക്കാവുന്ന രൂപത്തിലുള്ള വീടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുവരെ വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുമില്ല. 178 വീടേ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയും കാലമായിട്ട് വീട് അവർക്ക് പണമുണ്ടായിട്ടും 780 കോടി രൂപയാണ് വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. അതിൽ ആപ്പാടെ വേണ്ടത് 80 കോടിയാണെങ്കിൽ ബാക്കി 300 കോടി അവർ പറഞ്ഞിട്ട് 240 കോടിയോ 220 കോടിയുടെ അഴിമതിയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഈ വെറുതെ കോൺഗ്രസിൻ്റെ ആരോപണമുണ്ടെങ്കിലും
അവരെ പറ്റിയിട്ട് അവർ സ്ഥലം ഗവൺമെൻറ് കൊടുക്കണം എന്ന് പറഞ്ഞ് കുറേ കാലം കാത്തു നിന്നു എന്ന് പറയുന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അവരെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് എത്ര പണം കിട്ടി എന്നുള്ള കാര്യം പറയേണ്ടതായിരുന്നു. അത്രയുള്ള അവരുടെ അടുത്തുള്ള ആരോപണമുള്ളത്, അല്ലാതെ അവർ തട്ടിപ്പ് നടത്തിയൊന്നും നമ്മളെ മുന്നിലേക്ക് തെളിയപ്പെട്ടില്ല. പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റി നടത്തിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള തട്ടിപ്പാണ്. 220 കോടി രൂപ, അവർ പറയുന്ന 20 റുപ്യാണ് വീടിനെങ്കിൽ ഒരു 220 കോടി അല്ലെങ്കിൽ 200 കോടി രൂപയുടെ അഴിമതി കൃത്യമായി നടന്നിരിക്കുന്നതാണ് സത്യം. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ വയനാട്ടിൽ വലിയ ചർച്ചാ വിഷയമാകും. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന അപ്പാടെ ഈ കോൺഗ്രസ്സുകാർ വീടുണ്ടാക്കാൻ പോയത് പണം എവിടെ, പിരിച്ച കണക്കെവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആകപ്പാടെ കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്താൻ പറ്റുന്നത് വയനാട്ടിലെ ദുരന്തം കാരണം. പക്ഷേ അതിൽ ഉണ്ടയില്ല വിടിയായിട്ട് മാറുന്നത് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ്. എന്തായാലും പക്ഷെ അവിടെ കോൺഗ്രസിന് ഒരു പിഴവ് സംഭവിച്ചിട്ടില്ലേ എന്നാണ്, അല്ലെങ്കിൽ വീട് വെച്ച് നൽകുന്നതിൽ അവർക്ക് പറ്റിയിട്ടില്ല, ഒരു കാലതാമസമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും തറക്കല്ലിടലും കാര്യങ്ങളെ നടന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അത് സമ്മതിക്കുന്നുണ്ട്. അപ്പം അത് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാവുമോ? ഈ OR കേളു കഴിഞ്ഞ തവണ ജയിക്കുന്നുണ്ട് മാനന്തവാടിയിൽ നിന്ന്, ഇത്തവണ അദ്ദേഹത്തിന്റെ വിജയം ഉണ്ടാകുമോ? അല്ല, OR കേളും എല്ലാ മനുഷ്യനാണ് എൻ്റെ അഭിപ്രായത്തിൽ. കേരളത്തിൽ അധികം ജയിച്ചു വരേണ്ട ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇത്തവണത്തെ ട്രെൻഡ് 57% പേര്, 57.6% പേര് ഗവൺമെൻറ്റിനെതിരെ ഭരണവിരുദ്ധ വികാരത്തിലുണ്ടെന്നാണ് മാതൃഭൂമി സർവേയെങ്കിൽ ഇന്ത്യയിലേസ് റിപ്പോർട്ട് 61%. വോട്ടർമാരുടെ സർവേയിൽ, മനോരമ സർവേയിൽ 58%. ഈ 58% വരുമ്പോൾ മറ്റു പിന്നെ വോട്ട് മറിയുന്ന ആർക്കാണ്? ഈ വോട്ടുകൾ ആർക്കാണ് പോകുന്നത്? ഗവൺമെൻറ് വിരുദ്ധ വോട്ട് മുഴുവൻ UDF വിജയിക്കും എന്നുള്ളതുകൊണ്ട് UDF അധികാരത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇവർ മാറണ ഉദ്ദേശം ഇവിടെ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും വോട്ട് ചെയ്യുന്നത് UDFനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അത് വരും? MLA എന്നുള്ള നിലയിലുള്ള സ്വാധീനപ്രകാരം പല അട്ടിമറികൾ നടക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. OR കേളു നല്ലൊരു ആളാണെന്ന് നമുക്ക് ബോധ്യപ്പെടാണ്ടെങ്കിലും പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഏതൊരാളെയും ഒരു പുൽത്തുമ്പാണെങ്കിലും ആ പുൽത്തുമ്പിനെ പോലും വിജയിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് കേരളം എന്നുള്ളതാണ് സത്യം. അതാണ് ഈ പറയുന്ന സർവേ റിപ്പോർട്ടും അതേപോലെ തന്നെ നമ്മൾ ഭരണവിരുദ്ധ വികാരവും ഉള്ളത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവേയിൽ 3 സീറ്റും UDF വിജയിക്കും എന്ന് കൃത്യമായി പറയുന്ന സ്ഥലമാണ്, ജില്ലയാണ് വയനാട്. അപ്പോൾ അത്തരത്തിൽ വയനാട് പൂർണ്ണമായും 3 സീറ്റും UDFന് കിട്ടും. അവരുടെ 7 ജില്ലകളിൽ CPM സർവേയിൽ പറഞ്ഞ 7 ജില്ലകളിൽ പൂർണ്ണമായ സീറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ സീറ്റുകൾ മാത്രം വിട്ടുപോകാം. ആ 7 ജില്ലകളിൽ അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ സമ്പൂർണ്ണമായിട്ട് UDF വിജയിക്കുമെന്നാണ് CPM സർവേയിൽ പറയുന്നത്. അതിൽപ്പെട്ട സ്ഥലമാണ് വയനാട്. 3 സീറ്റേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് പ്രകാരം വളരെ നിർണായകമാണ് ഈ 3 സീറ്റും എന്നാണ് നമുക്ക് പറയാനുള്ള ഇതിനകത്ത്.